മൺട്രോ തുരുത്ത് എന്ന് പറയുന്ന സ്ഥലമുണ്ട് കേട്ടോ. ഇതൊക്കെ കാണുന്നവർ എപ്പോഴെങ്കിലും കൊല്ലത്ത് പോയി കാണും. അടിപൊളിയാണ്. കൊല്ലത്തിന്റെ നോക്കണേ ടൂറിസം എന്താ പറയുക, കൊല്ലം എന്ന് പറയുന്നത് ഭയങ്കര, ഞാൻ കൊല്ലംകാരനായിട്ട് പറയല്ല, ഈ ആലപ്പുഴയുടെയും തിരുവനന്തപുരത്തിന്റെ ഇടയ്ക്കിടന്ന് സാൻഡ്വിച്ച് ആയിട്ട് കൊല്ലം എന്ന് പറഞ്ഞാൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അങ്ങ് പൊങ്കാലയാണ്. എന്ത് മോശം ഉണ്ടെങ്കിലും കൊല്ലത്തിന്റെ കാര്യം ഇങ്ങനെ, അയ്യോ കൊല്ലത്തുകാർ ഇങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ, പക്ഷെ വളരെ പാവം പിടിച്ച മനുഷ്യരാണ്. എറണാകുളംകാരും അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പൊ ഈ കൊല്ലത്തെ ഈ മൺട്രോ തുരുത്ത് നിങ്ങൾ കാണുന്ന ലോകത്ത് തന്നെ ഒരു ആധികാരികമായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ലോകത്ത് കണ്ടിരിക്കേണ്ട ഒരു 100 സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ മൺട്രോ തുരുത്ത്. നല്ല തമാശയല്ല, നല്ല അത്രയ്ക്ക് മനോഹരമായ കനാൽസ്, ചെറിയ അവിടെ ഒരു ചില സീസൺ സമയത്ത് ചെറിയ തുരുത്തിനകത്ത് കുറെ മരങ്ങളുണ്ടാവും. 10,000-കണക്കിന് പക്ഷികൾ വന്ന് മുട്ടയൊക്കെ ഇട്ടിട്ട് നമുക്ക് കാണാം കുഞ്ഞൊക്കെ വിരിഞ്ഞിരിക്കുന്നത്, ചെറിയ കുഞ്ഞു തുരുത്ത്. അപ്പൊ അതിലേക്കൂടെ കൊച്ചു വെള്ളത്തിലൊക്കെ പോകുമ്പോൾ അതിന്റെ ഇപ്പുറത്ത് ഒരു ചേച്ചിന്ന് സോപ്പിലൊക്കെ തുണി കഴുകുന്നു. അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു നാടൻ ബ്യൂട്ടി എന്താണ്, ശരിക്കും ഒരു ഗ്രാമം കാണാം. അവിടെ വലിയ എന്താണ് അത്രയ്ക്ക് വലിയ ഡെവലപ്മെന്റ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ നാടൻ ഇതൊക്കെ കാണാൻ പറ്റും. അപ്പൊ അവിടെ ആ അഷ്ടമുടി കായലിൽ റാവിസിൽ നിന്നുള്ള ഒരു 4 hours ബോട്ട് യാത്രയിലാണ് ഇദ്ദേഹം. അപ്പൊ അവിടെ വെച്ച് പെട്ടെന്ന് കരിമീൻ ഒരു ചേട്ടൻ പിടിച്ചു വന്നു ജീവനോടെ ബോട്ടിനകത്ത്. അപ്പൊ അദ്ദേഹത്തിനുള്ള ഭക്ഷണം ഓൾറെഡി നമ്മൾ ബോട്ടിൽ പ്ലാൻ ഉണ്ട്. ഈ മീൻ കണ്ടപ്പോൾ വെള്ളം, ഈ പിടയ്ക്കുന്ന മീൻ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടപ്പോൾ പറഞ്ഞു, ഞാൻ കരിമീൻ ഇവിടെ കേരളത്തിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്, എന്തെങ്കിലും പുതിയൊരു സാധനം ഉണ്ടാക്കിയത്, ഫ്രഷ് അല്ലേ. അങ്ങനെയാണ് ഈ ഒരു റെസിപ്പി പെട്ടെന്ന് ഓർമ്മ വരികയും ഇലക്കകത്ത് വെച്ചിട്ട് ഈ പുള്ളിക്ക് കൊടുത്തു. പുള്ളിക്ക് അത് ഇഷ്ടമായി. അത് അന്നേരം തന്നെ ഒരു 3 കഴിച്ചു. ഡിന്നറിനും അത് വേണമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം കഴിച്ചു. അപ്പൊ ഇത്ര ഇഷ്ടമായ സ്ഥിതിക്ക് ഞാൻ പറഞ്ഞു, എങ്കിൽ ഇതിന്റെ പേര് സാറിന്റെ പേരിടും, കരിമീൻ കിങ്കെയിൽ എന്ന് പറഞ്ഞിട്ട്. പേൾ സ്പോട്ട് എന്നാണ് കരിമീൻ്റെ ഇംഗ്ലീഷ് പേര്. അങ്ങനെ പേൾ സ്പോട്ട് കിങ്കെയിൽ എന്ന പേരിട്ട് മെനുവിലിട്ട് അത് ഭയങ്കര പോപ്പുലറായി. അങ്ങനെ ആയി. പിന്നെ കൊച്ചിയിലുള്ളൊരു നമ്മുടെ ഒനിൽ സാബു എന്ന് പറഞ്ഞ FC ബോയ്, പുള്ളി ഇത് കേട്ടിട്ട് എനിക്ക് കഴിക്കണം എന്ന് പറഞ്ഞു. അതാ പറഞ്ഞു, ഷെഫ് എനിക്ക് കരിമീൻ എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമേ അല്ല, മുള്ಳೆടുക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യമാണ്. അപ്പൊ എല്ലാരും കരിമീൻ കഴിക്കണം. ഗോർഡൻ റാംസെ കേരളത്തിൽ വന്നത് കരിമീൻ കഴിക്കാനാണ്. അദ്ദേഹം പറഞ്ഞ ഏറ്റവും ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഫിഷ് എന്ന് പറഞ്ഞാണ് നമ്മൾ ഏറ്റവും പ്രൊമോട്ട് ചെയ്യേണ്ടത്. നമ്മുടെ ഐഡന്റിറ്റിയാണ് കരിമീൻ. നമ്മുടെ കേരളത്തിൽ ഇപ്പൊ ആന്ധ്രയിൽ നിന്നൊക്കെ വരുന്നതെന്നൊക്കെ പറഞ്ഞ വളർത്തുമീനാണ്. അഷ്ടമുടി കായലിലെയോ കാഞ്ഞിരോട്ട് കായലിലെയോ അല്ലെങ്കിൽ വെമ്പനാട്ട് കായലിലെയൊക്കെ ശുദ്ധമായ ഇന്റർവ്യൂ കഴിയുമ്പോൾ കൊല്ലത്തേക്ക് താമസം മാറുന്ന അവസ്ഥയാണ് മൊത്തത്തില്. അഷ്ടമുടി കായലിലും വേമ്പനാട്ട് കായലിലും മാത്രമേ ഈ മീനുകളൊക്കെ കാണാറുള്ളൂ. അപ്പൊ ഈ കരിമീൻ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ മാത്രം നമ്മൾ അഭിമാനിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ കേരളം എല്ലാരും ഒരു കരിമീനൊക്കെ കഴിയും. വടക്ക് മലബാർ ഏരിയയിലൊന്നും കരിമീൻ അത്ര, കാരണം അവിടെ കിട്ടാത്തതുകൊണ്ടാണ്. അപ്പൊ നല്ല മത്സ്യമില്ല, അല്ലെങ്കിൽ ഈ വെളിയിൽ നിന്നൊക്കെ വരുന്ന ചെളിയിലൊക്കെ ചെളിയുടെ ചൊവയൊക്കെ ഉള്ള മത്സ്യമായിരിക്കും. അപ്പൊ ഈ കരിമീൻ വേണ്ടാന്ന് പറഞ്ഞു പുള്ളി. അപ്പൊ പുള്ളിക്ക് പെട്ടെന്ന് നെയ്മീൻ വെച്ചു കൊടുത്തു. അത് കഴിച്ച് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായപ്പം ഒരു പേര് പുള്ളിയാണ് പറഞ്ഞത്, ഇത് നിർവാണയാണ്. അന്ന് മുതലാണ് ഈ നിർവാണയായത്. ഇനി റോജർ ഫെഡറർക്ക് ഒരു കഥയില്ലേ? അതെ. അപ്പൊ ഈ റോജർ ഫെഡറർ എന്ന് പറയുന്നത് ഞാനങ്ങ് ഒരു ദൈവം പോലെ കണ്ടത്. എനിക്ക് ടെന്നീസ് കളി അങ്ങനെ കാണുകയും അല്ലെ കളിയുടെ ബാഡ്മിന്റണിൽ നിന്ന് കംപ്ലീറ്റ് അറിയാമെങ്കിലും ടെന്നീസിന്റെ കംപ്ലീറ്റ് എനിക്ക് അറിയത്തുകൂടിയില്ല. പക്ഷെ